Are you struggling with OET reading? The issue is not always finding the right answer, it is understanding the question. So, start by identifying question type. ആൻസർ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ക്വസ്റ്റിനെ ഡീകോഡ് ചെയ്യണം. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഹിയർ ആർ ദ 3 മെയിൻ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതിൽ ഒന്നാമതായി വരുന്നത് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, സെക്കൻഡ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻഡ് തേർഡ് പർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള പ്രൂഫ് ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ നിന്ന് കീവേഡ്സ് കറക്റ്റായി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടുത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് OET പാരഫ്രൈസ്ഡ് ആയിട്ടുള്ള വേർഡ്സും എക്സ്പ്രഷൻസ് ആയിരിക്കും ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. സോ നമ്മൾ അവിടെ എക്സാക്ട് വേർഡ്സ് അല്ല നോക്കേണ്ടത്, അതിന്റെ മീനിങ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ദ സെക്കൻഡ് ടൈപ്പ് ഈസ് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ടെക്സ്റ്റിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അതായത് വേർഡിന് പകരം വേർഡ് നോക്കുന്നതല്ല, ഇവിടെ ടെക്സ്റ്റ് എന്താണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ ഇൻഡയറക്റ്റ് മീനിങ്സ് ആയിരിക്കും ഇവിടെ മിക്കപ്പോഴും ആൻസർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ദ തേർഡ് ടൈപ്പ് ഈസ് പർപ്പസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് റൈറ്ററുടെ ഇന്റൻഷൻ ആണ്. അതായത് റൈറ്റർ ഇവിടെ നമ്മളെ ഇൻഫോം ചെയ്യുകയാണോ, അഡ്വൈസ് ചെയ്യുകയാണോ, വാൺ ചെയ്യുകയാണോ, അതോ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുകയാണോ എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓവറോൾ മീനിങ്ങിനെ ബേസ് ചെയ്തിരിക്കും, അല്ലാതെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. സോ നെക്സ്റ്റ് ടൈം OET റീഡിംഗ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കുക. ഫാക്ട് ബേസ്ഡ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എക്സാക്ട് പ്രൂഫ് ലൊക്കേറ്റ് ചെയ്യുക. ഇൻഫറൻസ് ബേസ്ഡ് ആണെങ്കിൽ അവിടെ വേർഡ് അല്ല നോക്കേണ്ടത്, അവിടെ ടെക്സ്റ്റിന്റെ മെയിൻ